ബൈബിളിലെ പ്രസിദ്ധമായ നല്ല സമറിയാക്കാരൻ ഉപമയുടെ ആധുനിക ആവിഷ്കാരം. ഇതിലെ കഥാപാത്രങ്ങൾ സാങ്കല്പികം മാത്രമാണ്. കഥാപാത്രങ്ങൾക്ക് സമൂഹത്തിലെ ആരെങ്കിലുമായി സാദൃശ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം. തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് ഞങ്ങളോട് സഹകരിച്ചാലും. മെയ്സ്റ്റോൺ കേസിയെ അവതരിപ്പിക്കുന്നു ഗുഡ് സമരിറ്റൻ. യേശുവിനെ പരീക്ഷിക്കുവാനായി ഒരു നിയമജ്ഞൻ യേശുവിനോട് ചോദിച്ചു, ആരാണ് എന്റെ അയൽക്കാരൻ? യേശു അവനോട് ഈ ഉപമ പറഞ്ഞു. അല്ല പാസ്റ്ററെ, ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മയിലെ വചന പ്രഘോഷണ വിഷയം എന്താണ്? സഹോദര സ്നേഹത്തെ പറ്റിയാണ് സഹോദര. സ്തോത്രം. പാസ്റ്ററെ, നമ്മുടെ സോളമൻ പാസ്റ്റർ വാങ്ങിയ ആ പുതിയ BMW കാർ കണ്ടോ? ഓ, ഞാൻ കണ്ടു. ദൈവത്തിന്റെ കൃപ. സ്തോത്രം. അല്ല, അപ്പോൾ പാസ്റ്റർ, ഇപ്പോൾ ദൈവം എല്ലാവർക്കും BMW കാർ ആണോ നൽകുന്നത്? സഹോദര, ഇങ്ങനെയൊന്നും ചോദിക്കരുത്. ഇത് കണ്ടോ? ഈ ബൈബിൾ ഞാൻ പല പ്രാവശ്യം വായിച്ചതാ. ഇതിലൊരിടത്തും ഒരു പാസ്റ്റർ BMW കാർ വാങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ദൈവവചനം അനുസരിച്ച് ജീവിച്ചാൽ പോരെ? അല്ല പാസ്റ്ററെ, നമ്മുടെ അപ്പുക്കടൻ പാസ്റ്റർ ഈയിടെയായി നമ്മുടെ കൂട്ടായ്മയിലൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ സഹോദരനൊന്നും അറിഞ്ഞില്ലേ? അദ്ദേഹം വേറൊരു സഭ സ്ഥാപിച്ചു, പുതിയ കൂട്ടായ്മയും തുടങ്ങി. എന്താ അതിന്റെ പേര്? ഒരു IPC 300 എന്നോ മറ്റാ. അയ്യോ പാസ്റ്ററെ, അതാ ഒരാൾ നിലത്ത് കിടക്കുന്നു. അയാളെ ആരോ ആക്രമിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ശരിയാണല്ലോ. പക്ഷെ സഹോദര, ഒരു വിശ്വാസി ഒരിക്കലും അയ്യോ എന്ന് പറയരുത്. ഗ്ലോറി, സ്തോത്രം, ഹല്ലേലൂയ എന്നൊക്കെ പറയാവുള്ളൂ. ഇതെല്ലാം പഠിപ്പിച്ചിട്ടുള്ളതല്ലേ? വാ, നമുക്ക് ഇയാളെ സഹായിക്കാം. നിൽക്കൂ സഹോദര, ഇയാൾ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയാണെന്ന് തോന്നുന്നില്ല. മാലയും മോതിരവും ഒക്കെ കണ്ടില്ലേ? ആഭരണപ്രിയനായ ഇയാൾ ഒരു അവിശ്വാസി തന്നെ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാൻ നീ തയ്യാറാണോ? എങ്കിൽ നിന്നെ ഞങ്ങൾ രക്ഷിക്കാം. ഇയാൾക്ക് രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹമില്ല. അന്ധവിശ്വാസിയായ ഇയാളെ അവരുടെ ആൾക്കാർ തന്നെ രക്ഷിക്കട്ടെ. വാ സഹോദര, നമുക്ക് പോകാം. കൂട്ടായ്മയ്ക്ക് സമയമായി. ദൈവമക്കളുടെ വഴിമുടക്കുവാൻ സാത്താന്റെ പരീക്ഷണമാണിത്. സാത്താനെ ദൂരെ പോകൂ, ഞങ്ങൾ കൂട്ടായ്മയ്ക്ക് പോകട്ടെ.
അളിയ, വീക്കെൻഡ് ആയിട്ട് ഇന്ന് പച്ചയാണോ? എന്ത് പറയാനാ, ഇന്നൊരു നൈറ്റ് ഉണ്ട്, ഡബിൾ പേയ്മെന്റാ. ഓ ശരിയാ, എന്റെ വൈഫിനും ഇന്ന് നൈറ്റ് ഉണ്ട്. അപ്പോൾ നീ ഇന്ന് പള്ളിയിൽ പോകുന്നില്ല? ഓ വയ്യ, ഇന്നലെ ഈ നൈറ്റ് ഉണ്ടായിരുന്നു. നാളെ ഒരു ഏജൻസി ഡ്യൂട്ടിയുമുണ്ട്. അതുകൊണ്ട് കുർബാന നെക്സ്റ്റ് വീക്കിൽ കാണാൻ തീരുമാനിച്ചു. ഓ, ഈ ഡ്യൂട്ടി കാരണം നേരെ ചൊവ്വേ പള്ളിയിൽ പോയിട്ട് എത്ര നാളായി. എന്തായാലും അസോസിയേഷന്റെ ക്രിസ്മസ് സെലിബ്രേഷന് ഓഫ് എടുത്തിട്ടുണ്ട്. അന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. ഓ, എനിക്കും അന്ന് ഓഫാണ്, നമ്മക്കന്ന് കൂടാ. ദേ, ആരോ വഴിയിൽ കിടക്കുന്നുണ്ടല്ലോ. ഓ, അതെന്തോ ഉടായിപ്പ് കേസാ, അടിച്ച് പാമ്പായി കിടക്കുന്നതായിരിക്കും. ആ, നമുക്ക് നോക്കാം. അയ്യോ, ഇത് നമ്മുടെ അജിമോനല്ലേ? ഇവനിതെന്തു പറ്റി? അയ്യോ, ബ്ലഡൊക്കെ വരുന്നുണ്ടല്ലോ. നിൽക്ക്, ഇവൻ നമ്മളുമായി ഉടക്കി മറ്റേ ഗ്രൂപ്പിൽ പോയതല്ലേ? ഇവനിട്ടാരോ പണി കൊടുത്തതാ. ഇവൻ ഇത് തന്നെ വരണം. ശരിയാ, ഇവനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പോയാൽ നമുക്ക് പണി കിട്ടും. വിട്ടുപിടിക്ക്. വേലിയിരിക്കുന്ന പാമ്പിനെ എടുത്ത് വലയെടുത്തും വെക്കണോ? വാ, നമുക്ക് പോകാം. ആ, ഇവന്റെ കാര്യം അവന്മാരാരെങ്കിലും നോക്കിക്കോളൂ. മാമരം കോച്ചുന്ന മലനിര തിളങ്ങുന്ന ബേത്ലേഹേമിൽ എന്തൊരു തണുപ്പ്! ഈ ക്രിസ്മസ് വല്ല സമ്മറിലും ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ അച്ചോ? കപ്പ്യാരെ, നീ സഭാചരിത്രം മാറ്റി എഴുതുവാണോ? സമയം പോകുന്നു, പെട്ടെന്ന് നടക്ക്. അച്ചോ, ഇന്നത്തെ ഊണ് ആരുടെ വീട്ടിലാ പറഞ്ഞിരിക്കുന്നത്? എടോ, നമ്മൾ ഭക്ഷണം കഴിക്കാനല്ല, കുർബാനയ്ക്കാ പോകുന്നത്. പെട്ടെന്ന് നടക്ക്, ഇനി അരമണിക്കൂർ കൂടിയേ ഉള്ളൂ. ആ, ക്രിസ്മസ് സീസൺ അല്ലേ, ഭക്ഷണം മോശമാകാൻ വഴിയില്ല. എനിക്കെന്തായാലും ഈ വർഷം നോയമ്പൊന്നുമില്ല. അതിന് താൻ ഏതെങ്കിലും വർഷം നോമ്പെടുത്തിട്ടുണ്ടോ? അച്ചോ, അതാ ഒരാൾ നിലത്ത് കിടക്കുന്നു. ഓ, അതാരെങ്കിലും വെള്ളം അടിച്ച് കിടക്കുന്നതായിരിക്കും. അല്ലച്ചോ, ഇയാളെ ആരോ ആക്രമിച്ചതാണെന്നാ തോന്നുന്നത്. ദേ കണ്ടില്ലേ, രക്തമൊലിക്കുന്നുണ്ട്. നമുക്ക് ആംബുലൻസ് വിളിച്ചാലോ? എന്ത് ചെയ്യാം, കുർബാന തുടങ്ങാനാണ് സമയമായി. ഞാൻ താമസിച്ചാൽ അവര് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കും, വേറെ അച്ഛനെയും വിളിക്കും. താൻ പാടൂ, നമുക്ക് പോകാം. നമുക്ക് അവിടെ ചെന്നിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ആ, എന്നാ ശരി അച്ചോ. ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം, വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ, നമ്മൾ വിധിയുടെ ബലിമൃഗങ്ങൾ. എടി, ഇന്നത്തെ ഡ്യൂട്ടി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നടി? ഓ, ഒന്നും പറയണ്ട, നിൽക്കാൻ നേരം കിട്ടിയില്ല. ഞാൻ ബ്രേക്കിന് പോലും പോയില്ല. നിന്റെ വാർഡിലോ? ഒന്നും പറയാതിരിക്കുന്ന ഭേദം. ഞാൻ ഒറ്റയ്ക്ക്, പിന്നെ എല്ലാ ഏജൻസിക്കാർ. എന്റെ നടുവ് അനക്കാൻ വയ്യ. ഇനി വീട്ടിലെ പണിയും. എന്ന് തീരുവോ ഈ ദുരിതം? എടി, ഞങ്ങളുടെ വാർഡിൽ നിന്നും വന്ന ആ തടിയൻ മനുഷ്യൻ അവിടെ ഉണ്ടോ? അയാളെ സൂക്ഷിക്കണം കേട്ടോ, ഒരു കംപ്ലൈന്റുകാരനാ. അതെ, കഴിഞ്ഞ ദിവസം അയാൾ എന്നെ റിക്ഷ വരപ്പിച്ചു. അയാളുടെ റിലേറ്റീവ്സ് എന്തോ കംപ്ലൈന്റ് ചെയ്തെന്നോ മറ്റോ പറയുന്ന കേട്ടു. നീ ടൗണിൽ വരുന്നുണ്ടോ? ക്രിസ്മസ് സെയിലൊക്കെ തുടങ്ങിയെന്ന് പറയുന്നത് കേട്ടു. എന്റെ പൊന്നെ, എനിക്ക് വയ്യ. വീട്ടിൽ ചെന്നിട്ട് പള്ളി പോകാനുള്ളതാ. അയ്യോ, ദേ ഒരാൾ വഴിയിൽ കിടക്കുന്നു. വാ, നമുക്ക് പോയി നോക്കാം. നമുക്ക് ആംബുലൻസ് വിളിച്ചാലോ? കണ്ടിട്ട് സീരിയസ് ആണെന്നാ തോന്നുന്നേ. എടി, നമുക്ക് പോകാം. എനിക്ക് വയ്യ ഈ നൈറ്റും കഴിഞ്ഞു വന്ന്. ഇതിന്റെ പുറകെ പോയാൽ ഇന്നത്തെ ദിവസം പൊക്കാം. ഇയാളെ ആരെങ്കിലും നോക്കിക്കോളും. വാ, നമുക്ക് പോകാം. വിധിയുടെ ബലിമൃഗങ്ങൾ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ.
പള്ളിയിലെ മണി അടിച്ചത് കേട്ടില്ലേ? ഓ, ഇന്ന് ആഘോഷമായ കുർബാനയല്ലേ? പിന്നെ അച്ഛന്റെ നീണ്ട പ്രസംഗവും. ഇത്തിരി പതുക്കെ പോയാലും മതി. എടാ, നിനക്ക് മുഴുവൻ കുർബാന കാണണമെന്നൊന്നുമില്ലേ? പെട്ടെന്ന് നടന്നേ അങ്ങോട്ട്. അയ്യോ അപ്പ, അതേ നോക്ക്, വഴിയിൽ ഒരാൾ കിടക്കുന്നു. അയ്യോ മോനെ, ഇയാളെ ആരോ ആക്രമിച്ചതാണെന്ന് തോന്നുന്നല്ലോ. രക്തം ഒലിക്കുന്നുണ്ടല്ലോ. എത്രയും വേഗം ഇയാളെ നമുക്ക് ആശുപത്രിയിൽ എത്തിക്കണം. ശരിയപ്പാ, നമുക്ക് ഇനി പള്ളിയിൽ പോകണ്ട, ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാം. അല്ല മോനെ, ഇന്ന് ഞായറാഴ്ചയല്ലേ, കടമുള്ള ദിവസമാണ്. കുർബാന മുടക്കരുത്. ഇയാളെ ആശുപത്രിയിലാക്കിയ ശേഷം നമുക്ക് അടുത്ത കുർബാനയ്ക്ക് പോകാം. നീ ഒന്നിങ്ങ് പിടിച്ചേ ഇങ്ങോട്ട്. ശരിയപ്പാ. അനന്തരം യേശു അവനോട് ചോദിച്ചു, കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ട ഈ മനുഷ്യന് ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. സുഹൃത്തുക്കളെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതിലെ ഏതെങ്കിലും കഥാപാത്രവുമായി സാമ്യമുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. ഒരുപക്ഷെ സ്വസമുദായത്തിൽപ്പെട്ടയാൾ അല്ലാത്തതിനാൽ സഹായം നിഷേധിച്ചിട്ടുണ്ടോ? അതോ മുൻ വൈരാഗ്യം മൂലം സുഹൃത്തുക്കളെ ആവശ്യ നേരത്ത് സഹായിക്കാതിരുന്നിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ സമയക്കുറവ് മൂലം ചെയ്യേണ്ട സഹായം ചെയ്യാതെ ഒഴിവായി പോയിട്ടുണ്ടോ? നമുക്ക് സ്വയം പരിശോധിക്കാം. ദൈവം മരളി ചെയ്യുന്നു, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കും? നമുക്ക് ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കാം. സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റി നല്ല മനുഷ്യരാകാം. ഈ ക്രിസ്മസ് ദിനത്തിൽ തെറ്റിദ്ധാരണകളും അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് കഴിവതും മറ്റുള്ളവരെ സഹായിച്ച് നമുക്ക് നല്ല അയൽക്കാരാകാം. ഈ വർഷത്തെ ക്രിസ്മസ് സന്ദേശം അതായിരിക്കട്ടെ.